ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ എല്ലാ കാര്യങ്ങളും ഒരുവിധമൊക്കെ തുടങ്ങിയിട്ടോ. രാവിലെ എണീച്ച് കട്ടൻ ചായ കുടിക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. തലേദിവസം ഞാൻ രാവിലെ പുട്ടും മുട്ടക്കറിയും ഉണ്ടാക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്താണ് കേട്ടോ കിടന്നതൊക്കെ. രാവിലെ എണീക്കുമ്പോൾ തന്നെ വീഡിയോ പിടിക്കാനാണെങ്കിലും നമുക്ക് എളുപ്പമുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഉദ്ദേശിച്ചാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ രാവിലെ എണീച്ചപ്പോൾ താമസിച്ചു പോയി കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളൊന്നും വീഡിയോയിൽ എനിക്ക് പകർത്താനായിട്ട് പറ്റിയില്ല. പിന്നെ രാവിലെ കൊച്ചിന് സ്കൂളുള്ള ദിവസം ആയതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് താമസിച്ചാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാ കാര്യം റെഡിയാക്കി എടുക്കണം. അതുകൊണ്ട് തന്നെ എല്ലാം ഒന്നും കറക്റ്റായിട്ട് വീഡിയോയിൽ എനിക്ക് പിടിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ രാവിലത്തെ കട്ടൻ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ രാവിലെ ഞാൻ പുട്ടുണ്ടാക്കാനായിട്ട് പുട്ടിന് പൊടിയൊക്കെ വാട്ടി അടിച്ചെടുത്തു. അതൊരടുപ്പത്ത് ആവി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ മുട്ടയൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മുട്ടക്കറി വയ്ക്കാനായിട്ട് ഉള്ളിയൊക്കെ ഒന്ന് ഒരുക്കിയെടുത്തു. അതേപോലെ അതിലേക്ക് ആവശ്യമുള്ള തേങ്ങ അരപ്പമൊക്കെ ചേർത്തെടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറുതായിട്ടൊരു വീഡിയോയൊക്കെ പിടിച്ചെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ കൊച്ചിന് നീർക്കെട്ടുള്ള കാരണം തന്നെ അവന് ഭയങ്കര കരച്ചിലായിരുന്നു. രാത്രിയൊക്കെ ഉറക്കം കുറവിൻ്റെ ആയതുകൊണ്ട് രാവിലെ എണീക്കാൻ ഭയങ്കര താമസിച്ചു പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടൊന്നും പിടിക്കാനായിട്ട് പറ്റിയില്ല. രാവിലെ എല്ലാ കാര്യമൊന്നും വീഡിയോയിൽ ഇല്ല കേട്ടോ. പിന്നെ അവന് കൊച്ചിന് കുടിക്കാൻ വെള്ളമൊക്കെ തിളപ്പിച്ച് അതൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഒക്കെ പിടിച്ചെടുത്തത്. പിന്നെ ഞാൻ എണീച്ചപ്പോൾ തന്നെ കൂടെ തന്നെ അവനെ വിളിച്ചെണീപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ അവൻ ചെയ്യും, ബാക്കിയൊക്കെ ഞാൻ ചെയ്തും കൊടുത്തങ്ങാണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള സമയത്തിനനുസരിച്ച് അങ്ങോട്ട് റെഡി ആയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. ഉദ്ദേശിക്കും പോലുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തുമില്ല. പിന്നെ അങ്ങനെ പോട്ടെ, എന്നൊരു ദിവസമല്ലേ എന്ന് വിചാരിച്ചെങ്ങാണ്ട് ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ രാവിലെ മോനെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ട് കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നേരെ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ കുറച്ച് തുമര ഉണ്ടായിരുന്നു. അപ്പോൾ അത് മൂത്ത് പഴുത്ത് ഉണങ്ങി കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ വെയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് മൂക്കണത് മൊത്തം ഉണങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വെക്കേണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് വേറെ ഒന്നും ഉച്ചയ്ക്ക് കറിക്കും തന്നെ ഒന്നും കിട്ടിയോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഉമ്മച്ചിയും കൂടെ പുറത്തിറങ്ങി വേഗം തുമരയൊക്കെ പറിച്ചെടുത്തു കേട്ടോ. പിന്നെ കുറച്ച് കൊക്കോ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണക്കി വെച്ചേക്കണേ അതൊന്ന് കാണിച്ചോന്നേ ഉള്ളൂ. പിന്നെ ഇത് ഇത്രയും ഒരു മുക്കാൽ ബക്കറ്റോളം ഞങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തുമര പറിക്കലൊക്കെ കഴിഞ്ഞ് വന്ന് അടുപ്പ് കത്തിച്ചെങ്ങാണ്ട് തലേദിവസത്തെ കുറച്ച് കഞ്ഞി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തിളപ്പിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചു. പിന്നെ രാവിലെ ചായ കുടി കഴിഞ്ഞ് പുട്ട് ചെറിയൊരു കഷ്ണമുള്ളൂ കേട്ടോ ബാലൻസ് ആയിട്ടിരിക്കുന്നത്. പിന്നെ തലേദിവസത്തെ മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തിളപ്പിച്ച് വെക്കണം എന്ന് വിചാരിച്ച് എല്ലാം അടുത്തേക്ക് വെച്ചേക്കണം കേട്ടോ. കുറച്ചൊക്കെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് രാവിലെ പുട്ടുണ്ടാക്കൽ കഴിഞ്ഞ് അടുപ്പും തറ ഒന്നും ശരിക്കും തുടച്ചിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞ് എല്ലാം ധൃതി ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഇന്നുണ്ടായുള്ളൂ. രാവിലെ ഇപ്പോൾ ഒരു കാര്യത്തിന് നമ്മൾ താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യത്തിനും ഇച്ചിരി താമസം വരും കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച സമയം കൊണ്ട് തന്നെ എല്ലാം കഴിയണമെന്നില്ല. പിന്നെ കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീട്ടിലാകുമ്പോൾ നമ്മൾ വിചാരിക്കും പോലുള്ള പണികളൊന്നും പെട്ടെന്ന് തീരുമല്ല കേട്ടോ. കാരണം അവർക്ക് കുറച്ച് കരച്ചിൽ കൂടുതലായിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ രാവിലത്തെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടുപ്പന്തര സ്ലാവ് അങ്ങനെയുള്ള എല്ലാം തുടച്ച് വൃത്തിയാക്കി എടുത്തു കേട്ടോ. പിന്നെ കഞ്ഞി തിളപ്പിച്ച് ഞാൻ വാർത്തു. അതിൻ്റെ ഇടയിൽ തന്നെ അത് കഴിഞ്ഞപ്പോൾ തന്നെ മീൻ തിളപ്പിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ പാത്രമൊക്കെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കരിപ്പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാൻ എളുപ്പമുണ്ടല്ലോ. പിന്നെ അതേപോലെ ഡൈനിങ് ടേബിൾ തുടച്ചെടുത്തു. വാഷിംഗ് ബേസൊക്കെ കഴുകിയെടുത്തു കേട്ടോ. പിന്നെ പെരയൊക്കെ അടിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് പാത്രം കൂടെ ഒന്ന് കഴുകിയെടുക്കാനുണ്ട്. അപ്പോൾ അതെല്ലായിടത്തും തുടച്ച് കഴിഞ്ഞപ്പോൾ അവിടെയും ഇവിടെയൊക്കെ കിടന്ന പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടു. പിന്നെ പുട്ട് ചെറിയൊരു കഷ്ണമുള്ളായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആ പാത്രങ്ങളൊക്കെ കഴുകാനെടുത്താണ് കേട്ടോ. ഇപ്പോൾ മീൻകറിയൊക്കെ തിളപ്പിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അടുപ്പത്തേക്ക് ഒരു കലം കുടിക്കാനും കൂടെ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം ഒന്ന് തിളച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇനി അത് പാത്രം മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു ജഗ്ഗിലും പിന്നെ ഒരു ചെറിയ ചായക്കല്ലും മതി കേട്ടോ. ചില സമയത്തൊക്കെ വെള്ളം അധികം കുടിക്കുന്ന സമയത്ത് ഞാൻ വലിയ പാത്രത്തിലേക്കൊക്കെ തിളപ്പിച്ച് മാറ്റി വയ്ക്കാറ്. പിന്നെ അത് കുടിക്കാൻ വെള്ളം തിളപ്പിച്ചു. അതിലേക്ക് തന്നെ അരി ഇടാനായിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിക്കായിട്ട് ഇന്ന് തുമര പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അത് കുറേ സമയം വേണം കേട്ടോ. തുമരയൊക്കെ ഒരുക്കിയെടുക്കാനായിട്ട് നമുക്ക് ഒത്തിരി സമയം വേണം. നമ്മൾ വിചാരിക്കുന്ന അത്ര പെട്ടെന്നൊന്നും തീരില്ല കേട്ടോ. അത് മൊത്തം തൊണ്ടായിരിക്കും. പിന്നെ അത് അരിയും കൂടെ അടുപ്പത്തേക്ക് ഇട്ടാന്ന് വിചാരിച്ച് അരി ആവശ്യത്തിനുള്ളത് ഉച്ചയ്ക്കും വൈകുന്നേരത്തിനും കൂടെയുള്ള അരിയും കൂടെ അളന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചെങ്ങാണ്ട് ഒരു 3-4 മിനിറ്റ് അവിടെ വെക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് കുതിർന്ന് വരുന്ന അത്ര സമയം കൊണ്ട് തന്നെ പാത്രം കൂടെയൊക്കെ കഴുകി എടുത്ത് വെക്കുകയാണ്. പിന്നെ രാവിലെ കഴുകിയത് കൊണ്ട് തന്നെ ഒരുപാട് പാത്രമൊന്നും ഇല്ല കേട്ടോ കഴുകി വെക്കാനായിട്ട്. അപ്പോൾ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉള്ളത് ഇപ്പം കഴുകി വെക്കുകയാണെങ്കിൽ ഇനി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും കഴുകാനായിട്ട് കൂട്ടി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ അതിപ്പോൾ തന്നെ കഴുകി വെക്കുന്നത്. അപ്പോൾ കയ്യോടെ തന്നെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ തന്നെ അരിയും കൂടെ കഴുകിയെടുത്തു കേട്ടോ. പിന്നെ ഒരാളിവിടെ വന്നിരിപ്പുണ്ട് കപ്പ വേണമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ചെണ്ടുമുറിയും കപ്പ പുഴുങ്ങിയത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു കഷ്ണം അവൻ്റെ കയ്യിലെടുത്ത് കൊടുത്തിയാണ് കേട്ടോ. അപ്പോൾ അവന് നല്ല നീർക്കെട്ടും പനിയൊക്കെയാണ്. ഒന്ന് ആശുപത്രി കൊണ്ടെങ്കിലും വലിയതായിട്ട് കുറഞ്ഞൊന്നുമില്ല കേട്ടോ. പുള്ളിക്ക് മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നീർക്കെട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറയാൻ ഭയങ്കര താമസമാണ് കേട്ടോ. പിന്നെ അരി കഴുകി എടുത്തേക്കണേയൊക്കെ അരി അടുപ്പത്തേക്ക് ഇട്ടു.
പിന്നെ അതേപോലെ തന്നെ ചോറ് ഞാൻ തിളപ്പിച്ച് വാർത്ത് വെച്ചേക്കണേണ്ടായിരുന്നു. അപ്പോൾ അത് കാസറോളിലേക്ക് ഇട്ടിട്ടോ ചൂടാറി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ. അതേപോലെ മീൻകറി ചട്ടിയൊക്കെ കഴുകി വെക്കാനായിട്ട് ആ പാത്രങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി എടുത്തു കേട്ടോ. അപ്പോൾ അതേ പത്രം കഴുകൊക്കെ കഴിഞ്ഞു. പിന്നെ ഇത് തുമര ഒരിക്കാനായിട്ട് ഒരു മുറം എടുത്തെങ്ങാണ്ട്. ഇപ്പോൾ ഒരുപാട് തുമരയുണ്ട് കേട്ടോ. ബക്കറ്റോളം തുമരയുണ്ട്. നമുക്ക് ബക്കറ്റിൽ കാണുമ്പോൾ ഒത്തിരി ഇല്ലയെന്ന് തോന്നുള്ളൂ. പക്ഷേ അതേ മുറത്തിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒത്തിരി തുമരയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ കറി വയ്ക്കാനായിട്ട് ഇത്രയൊന്നും വേണ്ട കേട്ടോ. ഉച്ചക്കത്തേക്കും വൈകുന്നേരത്തേക്കും മാത്രമേ കറി വയ്ക്കുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അങ്ങോട്ട് തിരിഞ്ഞെടുക്കുവാണ് കേട്ടോ. പിന്നെ ഇതിൽ ഉണക്ക ഇരിക്കുന്നതൊക്കെ നമ്മൾ ആ വെയിലത്ത് വെച്ചങ്ങാണ്ട് ഒന്നും കൂടി ഉണക്കിയിട്ട് പിന്നെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ടാണ് കേട്ടോ കറി വയ്ക്കാറ്. അപ്പോൾ അതിൻ്റെ അകത്ത് പച്ച മാത്രമേ ഇപ്പോൾ പൊളിച്ചെടുക്കണുള്ളൂ. അപ്പോൾ ബക്കറ്റിൽ കിടന്നെങ്ങാണ്ട് ഇനിയും ബക്കറ്റിലെങ്ങാണ്ട് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. കൊച്ചു കൊണ്ടുവന്ന് ഒഴിച്ച് വെച്ചായിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് കിടന്ന് ചെയ്യണ്ടെന്ന് ഓർത്തുകൊണ്ടാണ് അത് മുറത്തിലേക്ക് മാറ്റിയത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചീനിച്ചട്ടിക്കകത്തേക്ക് ഒരു ചട്ടി എടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത്രയും പയറെടുത്ത് കഴിഞ്ഞാലും ഒരുക്കി വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് മൊത്തം തൊണ്ടായിരിക്കും. പിന്നെ ഞാൻ തുമരയുടെ നേരത്തെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ അത് പറിക്കുന്ന വീഡിയോ ഒരുക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഇത്രയും തുമര ഒരുക്കി എടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റ് തുമരയേ ഉള്ളൂ കേട്ടോ. മറ്റേ ഒരു ചട്ടിയോളം നമുക്ക് വേസ്റ്റാണ് വന്നിരിക്കുന്നത്. തുമര ഒരുക്കിയെടുത്ത ആ ഒരു സമയത്ത് തന്നെ അതേവിടെ കഞ്ഞിയൊക്കെ വെന്തു കേട്ടോ. അപ്പോൾ അത്രയും സമയം വേണമായിരുന്നു നമുക്ക് തുമര വേവിച്ചെടുക്കാനായിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ അതേ പെര തുടയ്ക്കാനായിട്ട് ഞാൻ വെള്ളം എടുക്കുകയാണ് കേട്ടോ. പെരയും കൂടെ തുടച്ചപ്പോൾ എല്ലാ പണിയും കൂടെ നമുക്ക് പെട്ടെന്ന് കഴിയാനായിട്ട് ഓരോന്ന് കഴിയുമ്പോൾ അടുപ്പത്താണെങ്കിലും ഒന്ന് അടുപ്പത്ത് നിന്ന് ഇറക്കുമ്പോൾ അടുത്ത അടുപ്പത്തേക്ക് അങ്ങ് വയ്ക്കും കേട്ടോ. അപ്പോൾ അത് കഞ്ഞി തിളപ്പിച്ച് വാർത്തും അതിൻ്റെ ഇടയിൽ തുടക്കാനായിട്ട് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ തുടച്ചിട്ടില്ല കേട്ടോ. ഇനി തുമരയും കൂടെ കഴുകി അടുപ്പത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഞങ്ങൾ തുമര നേരത്തെ പറിച്ച് ഞാൻ റെസിപ്പി ആയിട്ട് ചെയ്തപ്പോൾ കറി വയ്ക്കുന്നതാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇനി ഇപ്രാവശ്യം തുമര കറിയല്ല, ഇത് തോരനാണ് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചത്. പിന്നെ അതേ ആ വെള്ളം കൂടെ ഒന്ന് മാറ്റി അതിൻ്റെ അകത്ത് നിന്ന് നന്നായിട്ട് കഴുകി എടുത്തു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഉമ്മച്ചി തേങ്ങയൊക്കെ പൊതിച്ച് തന്നിട്ടുണ്ടായിരുന്നു. തേങ്ങ പൊട്ടിച്ച് തന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് തുമരയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള വേവാൻ ആവശ്യമുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ കുക്കറിലൊക്കെയാണ് നമ്മൾ വേവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. 1-2 വിസിലടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തുമര വേവും. പിന്നെ ആ തുമര ഞാൻ അടുപ്പത്തേക്ക് വേവാൻ വെച്ച ആ ഒരു സമയത്ത് തന്നെ വീടൊക്കെ ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ തുടക്കലൊന്നും തീർന്നിട്ടില്ല കേട്ടോ. പകുതി വരെയൊക്കെ തുടച്ചായപ്പോഴത്തേനും ഞാൻ ഇടയ്ക്ക് തുമര ഒന്ന് നോക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ തുമര പകുതി വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചെരുവിയതും പിന്നെ സവാള ചെറുതായിട്ട് കനം കുറച്ച് വേണം കേട്ടോ സവാളയൊക്കെ അരിഞ്ഞെടുക്കാനായിട്ട്. പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് അതെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ തുടക്കൽ മുഴുവനായിട്ട് തീർന്നിട്ടില്ല കേട്ടോ. അപ്പോൾ തുടച്ചോടത്തിലൊക്കെ ഫാൻ ഇട്ട് വെച്ചേക്കുവാണ് അപ്പോൾ ഉണങ്ങാനായിട്ട്. പിന്നെ അടുക്കളയും കൂടെ തുടയ്ക്കാനുണ്ട് കേട്ടോ. അടുക്കളയും തായരും 2 അടുക്കള തുടയ്ക്കാനുണ്ട് കേട്ടോ. പിന്നെ അതേ ഇനി ഇതും കൂടെ അതൊക്കെ നമ്മൾ തുമരയ്ക്കകത്തേക്ക് ചേർത്ത് കൊടുത്തുങ്ങാണ്ടൊന്ന് നന്നായിട്ട് ഇളക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് കണ്ടോ തുമരയിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ടുള്ളൂ കേട്ടോ വെള്ളം. നമ്മൾ ഈ സവാളയും തേങ്ങയൊക്കെ വേവാനുള്ള ആ ഒരു വെള്ളം മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ കേട്ടോ. അങ്ങനെ തുമരയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള സവാള അരിഞ്ഞതും പിന്നെ അതേപോലെ തന്നെ തേങ്ങ ചിരവി എടുത്തേക്കണം മുളക് അരിഞ്ഞ് വെച്ചേക്കണയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് നേരത്തെ കുക്കിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് തീൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. 2-3 സ്പൂൺ വെള്ളം അതിൻ്റെ അകത്തുള്ളൂ. അപ്പോൾ അതൊന്ന് ആവിയിൽ കിടന്ന് വേവണം അത്രയും വെള്ളമുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് വിറകിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ ചൂട് തന്നെ കിടന്നുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് വേവണം കേട്ടോ. അങ്ങനെ ഒരു 3-4 മിനിറ്റ് നേരത്തെ കുക്കിങ്ങിന് ശേഷം തുമര പയറൊക്കെ വെന്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിനി കടുക് പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. താളിക്കൊന്നും വേണ്ട കേട്ടോ. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിവിടെ തുമര തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ തുമരപ്പയറൊക്കെ കടയിൽ നിന്നൊക്കെ മേടിക്കും. അതേപോലെ തന്നെ വീട്ടിലേക്ക് ഉണ്ടായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലെ തോരൻ വെക്കാൻ അറിയാത്തവരൊന്നും കാണില്ല. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാറ്. പക്ഷേ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്. അവരൊന്ന് ചെയ്ത് നോക്കണം. കൂടുതൽ ആൾക്കാരും തുമര കറിയൊക്കെ ആയിരിക്കും വെക്കുന്നത്. അതിലിട്ടെങ്ങാണ്ട് ചാറ് വയ്ക്കാൻ പറ്റും. അതേപോലെ തക്കാളി അങ്ങനെ നമുക്ക് ഏത്തക്കായൊക്കെ ഇട്ടെങ്ങാണ്ട് ചാറ് വയ്ക്കുകയാണെങ്കിലൊക്കെ തുമര നല്ലതാണ് കേട്ടോ. അങ്ങനെ തോരനൊക്കെ റെഡിയാക്കി അടുപ്പും തറയൊക്കെ തുടച്ച് നമ്മളെ ചട്ടികളൊക്കെ ഒഴിവാക്കിങ്ങാണ്ട് തോരൻ വെച്ച ചട്ടിയൊക്കെ ഒന്ന് ഒഴിവാക്കി അതൊക്കെ കഴുകിയെടുത്തു കേട്ടോ. പിന്നെ കുറേ തുണി അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ അലക്കാനുള്ളതൊക്കെ പുറത്തേക്ക് വാരി വലിച്ചിട്ടു. അങ്ങനെ പുറത്തേക്ക് വലിച്ചിട്ട് എല്ലാ തുണികളും കൊണ്ടുപോയി അലക്കി കുളിച്ച് കയറിയിട്ടു. അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നത് ഒരു പ്രത്യേകതയാണ് കേട്ടോ. അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞ് വരുമ്പോഴത്തേനും നല്ല വിശപ്പായിരിക്കും. അപ്പോൾ ഇതെന്ന് ചാറ് കറിയൊന്നും ഇല്ല കേട്ടോ. തോരനും മീൻ വറുത്തതും ഒക്കെ കൂട്ടി ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു. പിന്നെ അതേപോലെ തന്നെ ഒന്ന് കിടന്നെണിച്ചു കേട്ടോ. ഒരു ഇച്ചിരി നേരം നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞ് വീഡിയോ എഡിറ്റ് ചെയ്യണതും ഒക്കെ ആ ഒരു സമയത്താണ് കേട്ടോ. അപ്പോൾ ഒരു ഇച്ചിരി നേരത്തെ റെസ്റ്റൊക്കെ കഴിഞ്ഞെണിച്ച് പിന്നെ അതേ അലക്കി രാവിലെ ഞാൻ ഒരു ട്രിപ്പ് അലക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തുണികളൊക്കെ നേരത്തെ തന്നെ ഉണങ്ങി കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തുകൊണ്ടുവന്ന് മടക്കി എല്ലാം അതാത് സ്ഥാനത്തെല്ലാം കൊണ്ടുപോയി എടുത്തു വെച്ചു കേട്ടോ.
അങ്ങനെ ഉച്ചവരെയുള്ള പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇത് 4 മണിയായി കഴിഞ്ഞപ്പോൾ ചായക്ക് കടി മേടിക്കാനായിട്ട് ആരും ഉണ്ടായില്ല കേട്ടോ വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തെങ്ങാണ്ട് ചായക്ക് അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതിന് വേണ്ട തേങ്ങയൊക്കെ ആദ്യം തന്നെ ചിരവി എടുത്തിട്ടുണ്ട്. പിന്നെ അതേ ശർക്കര ചേമ്പ് എടുക്കുവാണ് കേട്ടോ. അങ്ങനെ അടയുണ്ടാക്കലൊക്കെ ഒരുവിധം തീരാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗോതമ്പ് പരത്തി കുഴച്ചെടുക്കണതും പിന്നെ അതേപോലെ തന്നെ അത് പരത്തി നമ്മൾ ഫില്ലിങ്സൊക്കെ അതിൻ്റെ അകത്തേക്ക് വെച്ച് മടക്കി എടുക്കണതൊന്നും ഞാൻ വോയിസ് കൊടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാം തീർന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആവിക്കാണ് വേവിച്ചെടുക്കാറ്. പിന്നെ ഇവിടെ ആവിക്ക് വേവിച്ച് കഴിഞ്ഞാൽ എനിക്ക് ആവിക്ക് വേവിക്കാൻ അത്ര ഇഷ്ടമല്ല. പിന്നെ കൂടുതലും കഴിക്കാൻ ഇഷ്ടം എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ്. എണ്ണ നമുക്ക് ശരീരത്തിന് കേടാണെങ്കിലും ഗോതമ്പിൻ്റെ അട എനിക്ക് എണ്ണ പൊരിച്ചെടുക്കണതാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ എണ്ണയിൽ പൊരിച്ചത്. പിന്നെ ഞാൻ നേരത്തേക്ക് അട ഉണ്ടാക്കുമ്പോഴാണെങ്കിലും പകുതി ആവിക്ക് വേവിച്ചെങ്ങാണ്ട് പകുതി എണ്ണയിൽ പൊരിക്കും.
പക്ഷേ അത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും പൊരിച്ചതായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മുഴുവനായിട്ടും ഞാൻ അവിടെ പൊരിച്ചെടുത്തത് കേട്ടോ. അങ്ങനെ ചായ കുടിക്കലെല്ലാം കഴിഞ്ഞപ്പോൾ അതേ രാത്രിയായി കഴിഞ്ഞപ്പോൾ കഞ്ഞിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഞങ്ങൾക്ക് ചൂടും കഞ്ഞി കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. 2 നേരം വെച്ചില്ലെങ്കിലും 1 നേരം വെച്ചാലും വൈകുന്നേരം ആയ സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചങ്ങാണ്ട് അതൊന്ന് ചൂടാക്കി എടുക്കും കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് കറിയൊന്നും ഉണ്ടായില്ല. പിന്നെ തോരനും മീൻ വറുത്തതും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തേക്കും ആ തോരനും മീൻ വറുത്തതും ഉള്ളൂ. അപ്പോൾ 2 തക്കാളി എടുത്തെങ്ങാണ്ട് ഇച്ചിരി രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതേപോലെ തന്നെ മാങ്ങയും തേങ്ങയും ചെമ്മീനൊക്കെ വെച്ചെങ്ങാണ്ട് ഒരു ചമ്മന്തി അരയ്ക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ കഞ്ഞി ചൂടാക്കി എടുക്കാനായിട്ട് അതേ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചോറ് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ. 1 കപ്പ് വെള്ളം ഒഴിച്ചെങ്ങാണ്ട് അതൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ശരിക്കും അങ്ങ് തിളച്ച് മറിയൊന്നും വേണ്ട. നമ്മൾ കഴിക്കാൻ പാകത്തിനൊരു ചൂടുണ്ടായാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്നും ചൂടാക്കിയിട്ടാണ് കഞ്ഞി കുടിക്കാറ്. ചില ദിവസം ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കാസർഗോഡിലേക്ക് ഇട്ട് വയ്ക്കും. അപ്പോൾ എല്ലാ ദിവസവും ഒന്നും ഓർക്കില്ല, ചിലപ്പോൾ മറന്നു പോയിക്കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കും. പിന്നെ അതേപോലെ തന്നെ കഞ്ഞിയൊക്കെ തിളപ്പിച്ച് വാർത്ത് പിന്നെ അതേ രസം ഉണ്ടാക്കാനായിട്ട് 2 കുഞ്ഞ് തക്കാളിയുടെ എടുത്തുള്ളൂ. അപ്പോൾ അതൊന്ന് വേവിച്ച് ശരിക്കും ഉടച്ചെടുക്കണതാണ് കേട്ടോ. അല്ലെങ്കിൽ തക്കാളിയൊക്കെ വേസ്റ്റാക്കി കളയും. ആ ചാറ് മാത്രം കഴിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തക്കാളി രസം ഉണ്ടാക്കി വെച്ചു. അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ഞാൻ മീൻ വെള്ളത്തിലിട്ട് ഒരെണ്ണം വറുത്തുള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഒരെണ്ണം കൂടെ വൈകുന്നേരം വറുത്തെടുത്തു കേട്ടോ. പിന്നെ അത് ചെമ്മീനും ഇതൊക്കെ വെച്ച് ചമ്മന്തി അരച്ചു. അതേപോലെ തന്നെ രാവിലത്തേക്കായിട്ട് അരിയും കൂടി അരച്ചു വെച്ചു കേട്ടോ. രാവിലെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അരി അരച്ചു വയ്ക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ വരുള്ളൂ. അപ്പോൾ ഇനി ഇതിലും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.